സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ രണ്ടേ കഴിച്ചിട്ടുള്ളൂ, ഇതിനകത്തെ ഭാഗ്യവാനായ ഒരാൾക്ക് ഒരവസരമുണ്ട്. വില വേണം, അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനും തിരിച്ചുള്ള ഉത്തരം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാനൊക്കെ. ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പുറകിൽ ഒരു പാറയുണ്ട്, വലിയൊരു പാറ. ഈ പാറയുടെ മുകളിൽ ഈ റെയിൻഡിയറിന്റെ ഒരു കൊമ്പും ഒക്കെ ഇങ്ങനെ പ്രത്യേക രീതി വെച്ചിട്ടുണ്ട്, കുറച്ച് നാണയങ്ങളുണ്ട്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു വിശുദ്ധ പാറയാണ്, ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. ഈ പാറ, വലിയ മരങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങളെയും ഇവർ ആരാധിക്കാറുണ്ട്, അതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിലേക്ക് ദൈവികമായ ഒരു ചൈതന്യം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരില്ല. ദൈവം നിങ്ങൾക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് തരണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഈ ഗോത്രക്കാരുടെ രീതി അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനോ ജീവിക്കോ നിങ്ങൾ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ മഞ്ഞുകാലം കടന്നു പോകാൻ ധാരാളം ഭക്ഷണം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഭക്ഷണം കൊടുത്ത ഒരാൾക്ക് ദൈവം ഭക്ഷണം ഇങ്ങോട്ട് തരുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം. അപ്പൊ ഈ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, ചുറ്റുമുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഗോത്ര സമൂഹത്തിനുണ്ട്. അങ്ങനെയുള്ള പല വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി അന്ധവിശ്വാസങ്ങളുമുണ്ട് ഇപ്പോഴും. ആഭിചാരങ്ങൾ, പാട്ട്, നൃത്തം, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതിന്റെ ഒരു ഭാഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു കൂടാരം പോലത്തെ, ഒരു ടെന്റ് പോലത്തെ ഒരു കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവരുടെ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്, മരം കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ പണിത കെട്ടിടം. അപ്പൊ ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയം, ഇതിനകത്തൊരു 40 പേര് കയറി നിൽക്കുമോ? അത്ര ചെറുതാണ്. പക്ഷെ അതിനകത്തേക്ക് എല്ലാവരും കയറി, കുറച്ചാളുകൾ ഇരുന്നു, കുറച്ചാളുകൾ നിന്നു. വട്ടത്തിലാണ് കെട്ടിടം, ആ കൂടാരം. അതിന്റെ നടുക്ക് തീ കൊണ്ടുള്ള വലിയൊരു ആഴിയുണ്ട്. അതിന് ചുറ്റുമാണ് നമ്മൾ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ഒക്കെ. അപ്പൊ ഇത് തീ കത്തുന്നുണ്ട്, അതുകൊണ്ടുള്ള ഒരു സുഖമുണ്ട്. പുറത്തും ഭീകരമായ തണുപ്പാണല്ലോ, ആ തണുപ്പിൽ നിന്ന് ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്തേക്ക് കയറി നിന്നപ്പോൾ ഒരു സുഖം, അതായിരുന്നു ശരിക്കുള്ള സുഖം ആ ദിവസങ്ങളിലെ. ഈ സ്ത്രീ അകത്ത് വരുന്നു. അപ്പോൾ വന്നിട്ട് ഇവർ കുറെ കാര്യങ്ങൾ പറയുന്നു, എന്താണ് ഇവരുടെ പ്രാർത്ഥനയുടെ രീതി എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് സംഗീതോപകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവര് ഒരു ഡ്രം പോലത്തെ ഒരു ചെറിയൊരു ഒരു സംഗീതോപകരണം എടുത്തു, ഒരു ചെണ്ട, അതിൽ കൊട്ടും, ഒരു പ്രത്യേക താളത്തിൽ കൊട്ടും. ഈ കൊട്ട് നടക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കണം. ഇങ്ങനെ ആ പ്രത്യേക താളത്തിലുള്ള ആ കൊട്ടിൽ നമ്മളിങ്ങനെ ലയിച്ച് കണ്ണു അടച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ഇമേജുകൾ വരും, പല ദൃശ്യങ്ങൾ വരും. ആ സംഗീതവും തീ തരുന്ന ചൂടും ആ ആംബിയൻസും എല്ലാം കൂടി നമുക്ക് തരുന്ന ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണ് അത്. കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു. അതുകൂടാതെ തന്നെ ഈ സാമി ഗോത്രക്കാരുടെ ഒരു പ്രധാന സംഗീതോപകരണമാണ് ഈ മുഖർശംഖ്. ഈ മുഖർശംഖ് മീട്ടിയും കുറേ നേരം അവർ പ്രത്യേക രീതിയിൽ ആ പാട്ട് പാടി അവരുടെ ഒരു പ്രാർത്ഥനാ ഗീതം പാടിക്കൊണ്ടേയിരുന്നു. പിന്നെ വീണ്ടും ഡ്രം എടുത്ത് കുറേ നേരം കൊട്ടി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ കത്തിക്കാൻ വേണ്ടി ഒരു വിറക് കുറേശ്ശെ ഇടും. അപ്പൊ നമ്മുടെ സംഘത്തിലുള്ള ആൾക്കാരുടെ ജോലിയായി ഈ വിറക് പയ്യെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഏതാണ്ട് 1/4 മണിക്കൂർ നേരം ഞങ്ങൾ ഇവരുടെ ഗോത്ര ആചാരങ്ങള്, ആഭിചാരക്രിയകള് ഇതൊക്കെ കണ്ടും അനുഭവിച്ചും ഞാനതെല്ലാം പകർത്തിയെടുത്തോണ്ടായിരിക്കുന്നത്. കണ്ണടയ്ക്കാൻ പറയുന്ന സമയത്ത് എന്റെ ക്യാമറയുടെ കണ്ണടഞ്ഞിരുന്നില്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പണിശാലകളൊക്കെ പോലുള്ള വീടുകളുണ്ട്, അതിനകത്തൊക്കെ കയറി. കൂടാതെ ഒരു ഭാഗത്ത് ഇവരുടെ ഒരു ഫാമുണ്ട്. അവിടെ ഈ റെയിൻഡിയറിനെ വളർത്തുന്നുണ്ട്. ഒരു വേലിക്കട്ട, മരം കൊണ്ടുള്ള വേലിക്കകത്ത്. അത് വലിയ വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്നത്, മഞ്ഞ് വീണ് ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ അതിനകത്ത് കുറെ റെയിൻഡിയറുകളുണ്ട്. ഈ സ്ത്രീയുടെ ഒരു ഭർത്താവിനാണ് ഈ റെയിൻഡിയറിന്റെ നോട്ടത്തിന്റെ ചുമതല. അദ്ദേഹം അതിലൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളെ മൈൻഡ് ചെയ്തൊന്നുമില്ല. ഞങ്ങൾ റെയിൻഡിയറിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മില എന്ന് പറഞ്ഞു, ഇവര് നമുക്ക് ഒരു ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട്. അവിടെ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അവർക്ക് ഒരു ചായ തരും. അത് അവരുടെ ഒരു സ്നേഹം ആണ്. നമുക്ക് ആ ചായ വേണേൽ കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും സമ്മതമായി. ഇപ്പോൾ ഒരു ചൂട് ചായ കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴത്തേക്കും നേരം പയ്യെ ഇരുണ്ട് വരുന്നുണ്ട്. 2:30-3 ആകാറാകുന്നു. അപ്പോഴത്തേക്കും 3 മണിയാകുമ്പോഴത്തേക്ക് സന്ധ്യയായ മട്ടാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് ചെല്ലുന്നു. കുറേ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്, അവിടെ ഇരുന്നു. അപ്പോൾ എന്തൊക്കെ ചെറിയ സ്നാക്സ് ഉണ്ട്. പിന്നെ പ്രത്യേകതരം ചായ. ആ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായ ഒന്നുമല്ല, അവരുടെ എന്തൊക്കെയോ ഔഷധ സസ്യങ്ങൾ ഇട്ട് തിളപ്പിച്ചെടുത്ത ഒരു വെള്ളം. പക്ഷെ ആ ചൂട് വെള്ളം ആ ഔഷധ സസ്യങ്ങളുടെ ചുവയോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. കൂടാതെ അവരുടെ രീതിയിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഒരു പ്രത്യേകതരം കേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അത് കിട്ടിയത് നല്ലൊരു സുഖമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഫ്ലാഗിനെയൊക്കെ പരിചയപ്പെടുത്തി, അവരുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ,
അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ചെറിയ ഓരോ ടിപ്പൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നേരെ സന്ധ്യയായി വരികയാണ്. ഇനി തണുപ്പ് സഹിക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു. ഞങ്ങൾ ബസ്സിൽ നഗരത്തിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ മില പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലം കൂടെ കാണാം. ഇവിടെ ഒരു മോണ്യുമെന്റ് ഉണ്ട്, അതൊരു മലമുകളിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഭീകരമായ തണുപ്പും അതിഭയങ്കരമായ കാറ്റുമായിരിക്കും. ആ മലമുകളിൽ നിന്നാൽ നിങ്ങൾക്ക് താഴെ മുർമാൻസ്കിന്റെ തുറമുഖം കാണാം. ഈ തുറമുഖം നമുക്കറിയാമല്ലോ, ബാരൻ സീയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ ഉൾക്കടൽ പോലെ ഒരു ഭാഗം കയറി കിടക്കുന്നുണ്ട്. ആ ഉൾക്കടലിന്റെ പേര് കോല എന്നാണ്, കോല ഉൾക്കടൽ. ഈ കോല ഉൾക്കടലിന്റെ തീരത്താണ് ഈ തുറമുഖവും ഈ നഗരവും എല്ലാം. അപ്പൊ ഇത് കടലിൽ നിന്ന് കുറെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്, കുറെ ഉള്ളിലേക്ക് ഈ ഉൾക്കടൽ ഇങ്ങനെ കയറി കിടക്കുക, ഒരു നദി പോലെ കയറി കിടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു നഗരം രൂപപ്പെടാൻ തന്നെ കാരണം. കടൽ തീരത്തായിരുന്നെങ്കിൽ കടും ശൈത്യവും തീക്ഷ്ണമായ കാലാവസ്ഥയും കാരണം അവിടെ ഒരു നഗരം ഉണ്ടാക്കാനേ പറ്റുമായിരുന്നില്ല. കൂടാതെ അവിടെ വലിയൊരു മോണ്യുമെന്റ് ഉണ്ട്, വലിയൊരു പ്രതിമ, ഒരു 6-7 നില 8-10 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു പട്ടാളക്കാരുടെ പ്രതിമയാണ്. അലിയോഷ മോണ്യുമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ പ്രദേശമാകെ പിടിച്ചടക്കാൻ ജർമ്മൻ സൈന്യം ഒരു ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ റഷ്യൻ സൈന്യം അവരെ പ്രതിരോധിച്ചു, തുരത്തി. ജർമ്മൻ സൈന്യത്തെ പലരെയും തടവിലാക്കി. വലിയ ഘോര യുദ്ധം നടന്നു. എങ്കിലും റഷ്യക്ക് ഈ പ്രദേശം നഷ്ടപ്പെട്ടില്ല. അപ്പൊ അന്ന് പോരാടിയ റഷ്യൻ സൈനികർക്ക്, പ്രത്യേകിച്ച് വ്യോമസേനയിലെയും നാവികസേനയിലെയും സൈനികർക്കുള്ള ഒരു സ്മാരകം കൂടിയാണ് ഈ ആകാശം മുട്ടുന്ന ഈ പട്ടാളക്കാരുടെ പ്രതിമ. അത് രാത്രിയിൽ ഇങ്ങനെ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒപ്പം അതിന്റെ ചുവട്ടില് ധാരാളം ബൊക്കകൾ ഏതൊക്കെയോ സന്ദർശകർ കൊണ്ടുവന്ന് വെച്ചതവിടെ ഉണ്ട്. കൂടാതെ നിരന്തരം കത്തുന്ന ഒരു ദീപശിഖ അവിടെ, അല്ലെങ്കിൽ ഒരു ദീപനാളം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ 5:15 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 10:30, രാത്രി ഒരു 10 മണി 11 മണി ആയ ഫീലാണ്. നഗരത്തില് പക്ഷെ ലൈറ്റ് എല്ലാം ഉണ്ട്, തെരുവുകളൊക്കെ സജീവമാണ്, നല്ല ഇരുട്ടാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ 7 മണി കഴിയുമ്പം ഡിന്നർ തുടങ്ങാൻ. അപ്പോൾ അതൊരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ പലരും മുറിയിലൊക്കെ ഒന്ന് പോയി ബാഗൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം പല കാരണങ്ങളുണ്ട്. നല്ല തണുപ്പ്, മലയാളികൾ, റഷ്യ, പിന്നെ അറിയാമല്ലോ ഡിന്നറിന് മുമ്പ് ചില ചടങ്ങുകൾ. അപ്പൊ പലരും ചെറിയ ചെറിയ ഗ്രൂപ്പുകളും കമ്പനികളുമായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഈ ഹോട്ടലിൽ ഈ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവാം, പക്ഷെ അത് 5 സ്റ്റാർ ഹോട്ടലാണല്ലോ. അപ്പൊ അവിടെ നിരക്ക് കൂടുതലാണ്. അതൊന്നും നമ്മുടെ ടൂറിൽ ഇൻക്ലൂഡഡ് അല്ല ഇത്തരം കൗതുകങ്ങളൊന്നും. അതുകൊണ്ട് അവർ വയ്യെ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. നഗരത്തിൽ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെ ഇതൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് ഇത് വാങ്ങാം. എന്നിട്ട് മുറി വന്നിരുന്ന് ചെറിയ ആഘോഷങ്ങളാകാം ഡിന്നറിന് മുമ്പ്. അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ഞാനും ക്യാമറയായിട്ട് ഇറങ്ങി നഗരത്തിലെ കാഴ്ചകൾ കാണണം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കൂടെ വന്നു. എന്താ അറിയോ, ഈ 1.5 ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ മോസ്കോയിൽ നിന്ന് വാങ്ങിയ ബെൽറ്റ് ഉണ്ടല്ലോ, അവൻ പിന്നെയും ലൂസായിപ്പോയി. ലൂസായതല്ല, എന്റെ വയറ് പിന്നെയും ചുരുങ്ങിപ്പോയതാണ്. തണുപ്പത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ബെൽറ്റിന്റെ ഏറ്റവും അറ്റത്തെ തുളയിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, അത് പിന്നെയും ലൂസായി. അപ്പൊ വേറൊരു ബെൽറ്റ് വാങ്ങണം. അങ്ങനെ ആ തെരുവിലൂടെ നടന്ന് ഞാൻ എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും വിൽക്കുന്ന ഒരു വലിയ കട അവിടെ കണ്ടു. അത് പക്ഷേ ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങണം. ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു കടയാണ്. അതിനകത്ത് നിറച്ചിരിക്കുന്നത് മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ഒരാൾ അവിടെ ഇരുന്നിട്ട് ഒരു കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്, മൊബൈലിൽ എന്തോ ഒരു ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നു. വേറെ ആരുമില്ല. ഞാൻ അവരോട് പറഞ്ഞു ബെൽറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായില്ല. ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തു, ഇതാണ് സാധനം വേണ്ടേ. അവൻ അന്ന് ഒരു മൂലക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ വിവിധ ഇനം ബെൽറ്റുകൾ, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്, ലെതറല്ല, പലതരം സാധനങ്ങൾ. അപ്പൊ അതിനകത്തെ നല്ലൊരു ബെൽറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ബെൽറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് തുളകളില്ല, എവിടെ വേണേലും സൂചി കോർത്തിടാം. അപ്പൊ ഏത് സൈസിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതോടെ വാങ്ങി. ആ ബെൽറ്റുമായിട്ടാണ് പിന്നീടുള്ള റഷ്യൻ യാത്ര മുഴുവൻ കടന്നുപോയത്. റഷ്യൻ യാത്ര മാത്രമല്ല, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടത്തിയ മിക്കവാറും വിദേശ യാത്രകളൊക്കെ ആ ബെൽറ്റിലായിരുന്നു. എന്തിനേറെ ഇപ്പം നിങ്ങളോട് ഈ കഥ പറയാൻ ഞാൻ ഇരിക്കുമ്പോഴും ആ റഷ്യൻ ബെൽറ്റ് ഇട്ടുണ്ടായിരിക്കുന്നത്.